Hi friends, welcome to my channel Domain of Physics. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th ക്ലാസ്സിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിഫ്ലക്ഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ആ ക്ലാസ്സുകളിലൂടെ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ലൈറ്റിൻ്റെ ഫിനോമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഫിനോമിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. അതിനകത്തൊന്നാണ് നമ്മളൊരു ഗ്ലാസ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ആ ഗ്ലാസ്സിനകത്തേക്ക് നമ്മളൊരു പെൻസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഫിഗറിൽ കാണിക്കുന്നത് പോലെ ഒരു ഗ്ലാസ് എടുക്കുന്നു, ആ ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പെൻസിൽ ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് കരുതാം. അപ്പോൾ നമ്മൾ ആ ഗ്ലാസിൻ്റെ സൈഡിലൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പെൻസിൽ നേരെ തന്നെ കാണാൻ പറ്റും. പെൻസിലിന് വളവുണ്ടല്ലോ, ബെൻഡിങ്ങോ എന്തെങ്കിലും ഉണ്ടതായിട്ട് കാണാൻ പറ്റില്ല, നേരെ ആയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് തോന്നും. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു എന്ന് കരുതാം. ആ ഗ്ലാസ്സിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് പോലെ ആ ഗ്ലാസ് കുറച്ചൊന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്ലാസ്സിനകത്തിരിക്കുന്ന പെൻസിൽ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നതായിട്ട് തോന്നും, ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നാനുള്ള കാരണമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്ട്രേറ്റ് ലൈനിലിരുന്ന പെൻസിൽ ഇപ്പോൾ എന്ത് ചെയ്തു, ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നി. അവനെ കാണാനുള്ള റീസൺ ആണ് എന്തെന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫിഗറിൽ പറയുന്ന പോലെ തന്നെ അവിടെ രണ്ട് മീഡിയംസ് ആണുള്ളത്. ഒന്ന് വാട്ടർ എന്ന് പറയുന്നൊരു മീഡിയം ഉണ്ട്, അതുപോലെ എയർ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ്, നമ്മൾ ആ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ പെൻസിൽ വാട്ടറിന് അടിയിലേക്കും ഉണ്ട്, വാട്ടറിന് മുകളിലേക്കും ഉണ്ട്. അപ്പോൾ വാട്ടറിന് മുകളിലുള്ള, അതായത് എയറിലുള്ള പെൻസിലിൻ്റെ പോർഷൻ നമ്മുടെ കണ്ണിലെത്തുന്നത് എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ മാത്രം ട്രാവൽ ചെയ്തിട്ടാണ്. എന്നാൽ വാട്ടറിന് അടിയിലുള്ള പെൻസിലിൽ നിന്നുള്ള ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലെത്തുന്നത് അത് ആദ്യം കുറച്ച് ദൂരം എങ്ങനെ ട്രാവൽ ചെയ്യും, വാട്ടറിലൂടെ ട്രാവൽ ചെയ്യും. ദെൻ അത് എന്തിലൂടെ ട്രാവൽ ചെയ്യും, എയറിലൂടെ ട്രാവൽ ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ മീഡിയത്തിനൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ മീഡിയത്തിന് ചേഞ്ച് ഉണ്ടാവുന്നത് കാരണമാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്ന ഒരു റീസൺ ഇതാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇതാണ്. ദർ മസ്റ്റ് ബി ടു മീഡിയം. മിനിമം എത്ര മീഡിയം ഉണ്ടായിരിക്കണം, രണ്ട് മീഡിയം ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇത് ഒരു മീഡിയം 1 ആണെന്ന് കരുതുക. മീഡിയം 1. ഓക്കെ, ഇത് മീഡിയം 2. ഏതോ ആയിക്കോട്ടെ. ഇപ്പോൾ എയറും വാട്ടറും ആകാം, അല്ലെങ്കിൽ ഗ്ലാസും വാട്ടറും ആകാം, ഏത് വേണമെങ്കിലും ആകട്ടെ. ഇപ്പോൾ മീഡിയം 1ഉം മീഡിയം 2. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഈ മീഡിയം 1ൽ നിന്ന് ഒരു ലൈറ്റ് റേ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നു എന്ന് കരുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് റേ ട്രാവൽ ചെയ്ത് വരികയാണ്. മീഡിയത്തിന് ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, ഒന്നാമത്തെ മീഡിയവും രണ്ടാമത്തെ മീഡിയം അങ്ങനെ ചേഞ്ച് ഒന്നുമില്ല, ഇതെല്ലാം ഒരു മീഡിയം ആണ് എങ്കിൽ ഉറപ്പാണ് ഈ ലൈറ്റ് എങ്ങനെ തന്നെ ട്രാവൽ ചെയ്യും, സ്ട്രേറ്റ് ലൈനായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ. പക്ഷേ ഈ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് അടുത്തൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഈ ലൈറ്റിൻ്റെ പാത്തിന് ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാവും. അത് എങ്ങോട്ട് വേണമെങ്കിലും ആകാം. അത് തൽക്കാലം ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് ചെറുതായിട്ട് അതൊന്ന് ഡീവിയേറ്റ് ചെയ്യും. ഇങ്ങനെ പോകുന്നു എന്ന് കരുതാം. ഇങ്ങോട്ട് വേണമെങ്കിലും ഡീവിയേറ്റ് ചെയ്യാം, അങ്ങോട്ട് വേണമെങ്കിലും ഡീവിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പിന്നീട് പറയാം. പക്ഷേ എന്തോ ആയിക്കോട്ടെ, എന്തുണ്ടാവും, ഒരു ഡീവിയേഷൻ ഉണ്ടാവും. എവിടെ വെച്ചിട്ട്, ആ മീഡിയത്തിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചെന്നുണ്ടാവുന്നു ഒരു ഡീവിയേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ദിസ് ഡീവിയേഷൻ അല്ലെങ്കിൽ ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് റിഫ്രാക്ഷൻ. ഈ ഫിനോമിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, വെൻ എ റേ ഓഫ് ലൈറ്റ് passes from one medium to another. When a ray of light passes from one medium to another, it undergoes a deviation. ഒരു ഡീവിയേഷന് കാരണവും അവിടെ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഈ ലൈറ്റ് വന്ന് വീഴുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സർഫസിന് എങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ഡീവിയേഷൻ സംഭവിക്കില്ല. ലൈറ്റ് എങ്ങനെ തന്നെ ട്രാവൽ ചെയ്യും, സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യും. അതായത് ഇവിടെ ലൈറ്റ് ചെറുതായിട്ട് എന്ത് ചെയ്തു, ബെൻഡ് ചെയ്തു. എന്നാൽ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എങ്കിൽ ലൈറ്റിന് എന്തുണ്ടാവില്ല, ഡീവിയേഷൻ ഉണ്ടാവില്ല. അത് എങ്ങനെ തന്നെ പോകും, സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ പോകും. ഒരിക്കലും പാത്തിന് വേരിയേഷൻ വരില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ പാത്തിന് വേരിയേഷൻ വരുന്നത് എപ്പോഴാണ്, ചരിഞ്ഞ് വീഴുമ്പോഴാണ്, അഥവാ ഒബ്ലിക്കായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും. എങ്ങനെയാണ്, ഒബ്ലിക്കായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം, വെൻ എ റേ ഓഫ് ലൈറ്റ് passes
obliquely from one medium to another. When a ray of light passes obliquely from one medium to another, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ it undergoes a deviation. എന്തിന് കാരണമാകും? ഒരു ഡീവിയേഷന് കാരണമാകും. എവിടെ വെച്ച്? at the surface of separation of two media. ആ രണ്ട് മീഡിയത്തിൻ്റെയും കൂടെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഒരു ഡീവിയേഷന് കാരണമാകുന്നു. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് റിഫ്രാക്ഷൻ. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിഫ്ലക്ഷനകത്ത് പഠിച്ചപ്പോൾ ഡെഫിനിഷൻ അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്ന് പറഞ്ഞു, പക്ഷേ റിഫ്രാക്ഷൻ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a ray of light passes obliquely from one medium to another, it undergoes a deviation at the surface of separation of two media, and this phenomenon is called refraction. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതായത് എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ മീഡിയത്തിന് ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. എന്തുണ്ടാവണം? മീഡിയത്തിന് ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. മീഡിയത്തിന് ചേഞ്ച് ഉണ്ടാവുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റീസൺ ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയുക സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. നമ്മൾ പല മീഡിയംസ് ചൂസ് ചെയ്യുന്നു വിചാരിക്കുക. ഡിഫറെൻറ്റ് മീഡിയ ആർ ഡിഫറെൻറ്റ്. ഓരോ മീഡിയത്തിലെയും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും, ആർ ഡിഫറെൻറ്റ്. അതായത് ലൈറ്റ് എല്ലാ മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എങ്ങനെ ആയിരിക്കില്ല? സെയിം ആയിരിക്കില്ല. ഇപ്പം നമ്മൾ വാക്വമാണ് എടുക്കുന്നെങ്കിൽ, അതായത് മീഡിയം ഇല്ല എന്നിരിക്കുക, വാക്വം ആണെങ്കിൽ വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന സ്പീഡിലായിരിക്കും. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് സ്ക്വയർ അല്ല, മീറ്റർ/സെക്കൻഡ് എന്ന സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക? ട്രാവൽ ചെയ്യുക. അതിന് എയറിലേക്ക് വരുമ്പോൾ അത് 2.98 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിട്ട് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ വാക്വത്തിനേക്കാൾ കുറച്ചും കൂടെ കുറവാണ് എയറിൽ. പക്ഷെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇത് രണ്ടും സെയിം ആയിട്ട് ഈക്വൽ ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത എയറിനെക്കാട്ടിയും കുറച്ചുകൂടെ സ്പീഡ് കുറയും. ഇപ്പോൾ സപ്പോസ് വാട്ടറിലൂടെ വരുവാണെങ്കിൽ അതിൽ നിന്ന് സ്പീഡ് കുറവായിരിക്കും. ചിലപ്പോൾ എവിടെ ഗ്ലാസ്സിലൂടെ വരികയാണെങ്കിൽ അതിൽ നിന്ന് സ്പീഡ് കുറവായിരിക്കും ചിലപ്പോൾ ഡയമണ്ടിലൂടെ വരുമ്പോൾ. അപ്പോൾ ഓരോ മീഡിയത്തിനകത്തും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് മീഡിയം. ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ ആണല്ലോ. ഈ സ്പീഡിലുള്ള വ്യത്യാസമാണ് എന്തിന് കാരണമാകുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനന് കാരണമാകുന്നത്. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ്റെ റീസൺ എന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ ലൈറ്റ് ട്രാവൽസ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്. അതായത് ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം മീഡിയം 1 ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിലായിരിക്കില്ല മീഡിയം 2 ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. നമ്മൾ റിഫ്ലക്ഷന് പഠിച്ചതുപോലെ തന്നെയാണ് റിഫ്രാക്ഷനിലും പഠിക്കുന്നത്. ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു, ദെൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു, ദെൻ അവിടുത്തെ മിറേഴ്സിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലോസ് ഓഫ് റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷൻ്റെ ലോസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചൂസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു മീഡിയം ചൂസ് ചെയ്യുന്നത് മീഡിയം 1 ആണ്. ഏത് മീഡിയം ആയിക്കോട്ടെ. അതുപോലെ അതായത് രണ്ടാമത്തെ മീഡിയം 2. ഓക്കെ ആണല്ലോ. മീഡിയം 2 ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യണം. അതായത് മീഡിയം 1 നിന്ന് ലൈറ്റ് ഒരു ഒബ്ലിക് ആയിട്ട് ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇതാണ് വന്ന് വീഴുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലൈറ്റ് ഈസ് കാൾഡ് ഇൻസിഡൻറ്റ് റേ. ഈ ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഈ വന്ന് വീണ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വെച്ച് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റ് എങ്ങനെയായിരുന്നു ട്രാവൽ ചെയ്യേണ്ടിരുന്നത്? ഇതെങ്ങനെ സ്ട്രേറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്ത് പോകണമായിരുന്നു. ഇങ്ങനെ വന്ന് വീണ ലൈറ്റ് നേരെ ഡീവിയേഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്ത് പോകണമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ വന്ന് വീണ പോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോർമൽ വരയ്ക്കുന്നു. ദിസ് ഈസ് എ പെർപെൻഡിക്കുലർ ആൻഡ് ദിസ് ഈസ് കാൾഡ് നോർമൽ. നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, ഒരു മാറ്റമില്ല, നോർമൽ. അവിടെ റിഫ്ലക്ഷനാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ റിഫ്ലക്ഷൻ അല്ല, പിന്നെന്താണ്? റിഫ്രാക്ഷനാണ്. അതുകൊണ്ട് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ലൈറ്റിന് ഇങ്ങോട്ട് വേണമെങ്കിലും ഡീവിയേറ്റ് ചെയ്യാം, ഇങ്ങോട്ട് വേണമെങ്കിലും ഡീവിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറയാം. തൽക്കാലം ഞാൻ ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ലൈറ്റ് ഈസ് കാൾഡ് റിഫ്രാക്റ്റഡ് റേ. ഇതാണ് റിഫ്രാക്റ്റഡ് റേ.
ഇനി ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ നോർമലും റിഫ്രാക്റ്റഡ് ആംഗിളും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ട്, ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ട്, നോർമൽ ഉണ്ട്, ഇൻസിഡൻറ്റ് റേ ഉണ്ട് ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചപ്പോൾ നമ്മളൊരു 2 പോയിൻറ്റ്സ് ആയിട്ടാണ് പഠിച്ചത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ റിഫ്രാക്ഷനകത്തും ലോസ് ഓഫ് റിഫ്രാക്ഷനകത്തും 2 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്, ഇൻസിഡൻറ്റ് റേ. നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ. 3 കാര്യങ്ങൾ. ആൻഡ് നോർമൽ ആർ ലൈ ഓൺ സെയിം പ്ലെയിൻ. എവിടെ ആയിരിക്കും? ഒരേ പ്ലെയിനിലായിരിക്കും. ഇതേ പോയിന്റ് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്? റിഫ്ലക്ഷനകത്തും പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇൻസിഡൻറ്റ് റേ റിഫ്രാക്റ്റഡ് റേ എന്നുള്ളതിന് പകരം എന്താണ് ഉപയോഗിച്ചതെന്ന് മാത്രം? റിഫ്ലക്റ്റഡ് റേ എന്നാണ് ഉപയോഗിച്ചത് മാത്രം. ഇവിടെ അപ്പോൾ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ആർ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ റിഫ്ലക്ഷന് പഠിച്ചത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണെന്നാണ്? ഈക്വൽ ആണെന്നാണ്. അതായത് ആംഗിളുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയും നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ആംഗിളുകൾ തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും ഈക്വൽ അല്ല. പിന്നെ ആംഗിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to the sine of angle of refraction will be a constant. തീർന്നില്ല, കുറച്ചും കൂടെ ഉണ്ട്. For a given pair of medium and color of light. എന്താണെന്ന് പറയാം. ഇതാണ് ഡെഫിനിഷൻ. എന്താണ്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റന്റ്. തൽക്കാലം അവിടെ പറഞ്ഞിരിക്കട്ടെ, വിൽ ബി എ കോൺസ്റ്റന്റ്. ബാക്കി എന്താണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഈസ് ഐ ഡിവൈഡഡ് ബൈ, അതാണ് റേഷ്യോ ഉദ്ദേശിക്കുന്നത്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റന്റ്. And that constant is n/1. ആ കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? n/1. എന്താണ് n/1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ടു ഫസ്റ്റ്. ഇതായിരിക്കും. ഇത് വിത്ത് റെസ്പെക്റ്റ് എന്നാണ് വായിക്കുന്നത്. വിത്ത് റെസ്പെക്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതിക്കൊള്ളുക. വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ്? ഫസ്റ്റ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ടു ഫസ്റ്റ് ദാറ്റ് ഈസ് n/1. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് പറയാം. അപ്പോൾ തൽക്കാലം ആ ഒരു പേര് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞെന്താണ്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് ഗിവൺ കളർ ഓഫ് ലൈറ്റ് എന്നുണ്ട്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതോടെ നിൽക്കട്ടെ. തൽക്കാലം കോൺസ്റ്റന്റ് ആണ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് സൈൻ എ ബൈ സൈൻ ആർ എന്ന് നീട്ടി ഒരു കോൺസ്റ്റന്റ് നീട്ടി. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് n/1 ആൻഡ് n/1 ഈസ് കാൾഡ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ടു ഫസ്റ്റ്. ആൻഡ് ദിസ് ലോ, ഈ രണ്ടാമത്തെ പോയിന്റിനെ ഒരു പേര് വിളിക്കും. ദാറ്റ് ഈസ് കാൾഡ് സ്നെൽസ് ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ആൻഡ് ദിസ് രണ്ടാമത്തെ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്നെൽസ് ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സാമിന് സ്നെൽസ് ലോ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് ദിസ് ടേം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റന്റ്. ഇനി എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കിടപ്പുണ്ടെന്നാണ്. ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് കളർ ഓഫ് ലൈറ്റ്. കോൺസ്റ്റന്റ് ആണ്, പക്ഷേ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണോ? അല്ല, അവിടെ ഒരു കണ്ടീഷനോടെ പറഞ്ഞത്. എന്താണ് കണ്ടീഷൻ? ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് കളർ ഓഫ് ലൈറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ നോക്കാം, അല്ലെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഇത് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഏതാണ്? ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് കളർ ഓഫ് ലൈറ്റ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ, ഞാനിപ്പോൾ എക്സാമ്പിൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു എയർ, ഒന്നാമത്തെ മീഡിയം എയർ, രണ്ടാമത്തെ മീഡിയം എന്താണ്? വാട്ടറാണ്. ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാണ്. ഇത് നോർമലാണ്. ഈ ആംഗിളിൽ ഞാൻ 30 എന്ന് എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു ഡീവിയേഷൻ കാണും. ഇവിടെ ഒരു R വരും. ആൻഡ് ദാറ്റ് R ഈസ് R1 എന്ന് ഞാൻ ചൂസ് ചെയ്തു. അടുത്ത സിറ്റുവേഷനിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 35 ആക്കി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉറപ്പോട്ട് അവിടെ ഒരു R വരും. ദാറ്റ് ഈസ് R2 എന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു.
ഒരിക്കലും നേരത്തെ വാല്യൂ ആയിരിക്കത്തില്ല, വേരിയേഷൻ കാണും. അടുത്ത കേസിൽ ഞാൻ I എന്ന് പറയുന്നത് ഒരു 40 ആക്കി, അപ്പോഴും ഒരു വാല്യൂ കിട്ടി, R3 കിട്ടി. ഇനിയും ഞാൻ ഈ ഏത് സിറ്റുവേഷനിൽ sin 30 ഒന്നാമത്തെ പേർ എടുത്തു ഡിവൈഡഡ് ബൈ sin R1, അതുപോലെ രണ്ടാമത്തെ പേര് sin 35 ഡിവൈഡഡ് ബൈ sin R2, അടുത്ത sin 40 ഡിവൈഡഡ് ബൈ sin R3. ഓക്കെ ആണല്ലോ. ഉറപ്പായിട്ടും ഇത് മൂന്നും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത സിറ്റുവേഷനിൽ ഞാൻ എയറും വാട്ടറിനും പകരം എയറും ഗ്ലാസും എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് മീഡിയം മാറ്റി, ആ പെയർ മാറ്റി. ദാറ്റ് ഈസ് പെയർ ഓഫ് മീഡിയം, ഗിവൺ പെയർ ഓഫ് മീഡിയം. നമ്മൾ ആ പെയറിനെ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എയറിൽ നേരത്തെ പോലെ തന്നെ ചെയ്തു. I 30 ആക്കി, 35 ആക്കി, 40 ആക്കി. ഒരു കാരണവച്ചാലും നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ R1 ആയിരിക്കില്ല, വേറൊന്നായിരിക്കും. സപ്പോസ് എടുക്കുകയാണ് R1-, രണ്ടാമത് കിട്ടുന്നത് R2-, മൂന്നാമത് കിട്ടുന്നത് R3-. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിട്ടിയത് 25 ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കത്തില്ല? 25 ആയിരിക്കത്തില്ല, വേറൊരു വാല്യൂ ആയിരിക്കും. ഇവിടെ കിട്ടുന്നത് 30 ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 30 ആയിരിക്കത്തില്ല, വേറൊരു വാല്യൂ ആയിരിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ നമ്മൾ കേസിൽ എടുത്തു കഴിഞ്ഞാൽ sin 30 ഡിവൈഡഡ് ബൈ sin R1-, അതുപോലെ sin 35 ഡിവൈഡഡ് ബൈ sin R2-, അടുത്തത് sin 40 ഡിവൈഡഡ് ബൈ sin R3-. ഇത് മൂന്നും സെയിം ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഇതും എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എയറും വാട്ടറും എടുത്തപ്പോഴുള്ള പെയർ, ആ ഒരു പെയറിന് sin A by sin R കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത എയർ ഗ്ലാസ് എന്ന് പറയുന്ന അടുത്ത പെയറിന് sin A by sin R എന്താണ്? കോൺസ്റ്റൻ്റ്. എന്നാൽ ഈ രണ്ട് പെയറുകളുടെയും വാല്യൂസ് എന്തല്ല? സെയിം അല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഏതാണ്? ഗിവൺ പെയർ ഓഫ് മീഡിയം. അടുത്ത ടോപ്പിക്ക് ഏതാ പറഞ്ഞേക്കുന്നത്? കളർ ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താണ് കളർ ഓഫ് ലൈറ്റ് എന്ന് നോക്കാം. അടുത്തതായിട്ട് നോക്കേണ്ട ഏതാണ്? കളർ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എന്താണ് കളർ ഓഫ് ലൈറ്റിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതി പറയുകയാണ്. എയറും വാട്ടർ എടുക്കുന്നു, രണ്ട് മീഡിയം. ഒന്നാമത്തെ മീഡിയം എയർ, രണ്ടാമത്തെ മീഡിയം ഏതാണ്? വാട്ടറുമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളൊരു കണ്ടീഷൻ എടുക്കുകയാണ്. വരുന്ന ലൈറ്റിനെ ഞാൻ ഗ്രീൻ ലൈറ്റായിട്ട് ചൂസ് ചെയ്യുകയാണ്. വരുന്ന ലൈറ്റ് ഏതാണ്? ഗ്രീൻ ലൈറ്റ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ I = 30 ആക്കി, അപ്പോൾ എനിക്ക് R1 കിട്ടി. I = 35 ആക്കി, അപ്പോൾ എനിക്ക് R2 കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ sin 30 ഡിവൈഡഡ് ബൈ sin R1 which is equal to sin 34 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? sin R2. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാറ്റമൊന്നുമില്ല. അടുത്ത സിറ്റുവേഷനിൽ ഞാൻ വീണ്ടും എയറും വാട്ടറും തന്നെ ചൂസ് ചെയ്യുകയാണ്. ഒരു മാറ്റമില്ല. ഏതൊക്കെ തന്നെ എടുക്കുന്നു? എയറും വാട്ടറും. പക്ഷേ വരുന്ന ലൈറ്റിനെ ഞാൻ റെഡ് ലൈറ്റ് ആക്കുന്നു. നേരത്തെ ഏതാ എടുത്തത്? ഗ്രീൻ ലൈറ്റാണ് എടുത്തത്. ഇപ്പം ഞാൻ ആരെ എടുക്കുന്നു? റെഡ് ലൈറ്റിനെ എടുക്കുന്നു. വീണ്ടും ഞാൻ ചെയ്തു നോക്കി. I 30 ആക്കി, Iയുടെ വാല്യൂ 35 ആക്കി. ഒരിക്കലും കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ R1 R2 ആയിരിക്കത്തില്ല, വേറൊരു വാല്യൂ ആയിരിക്കും. ഇപ്പോൾ X1 എന്നും X2 എന്നും എടുക്കുന്നു. ഇവിടെ sin 30 ഡിവൈഡഡ് ബൈ sin X1 is equal to sin 35 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? sin X2 ആയിരിക്കും. ഇത് രണ്ടും ഒരിക്കലും ഈക്വൽ ആയിരിക്കത്തില്ല. നേരത്തെ പറഞ്ഞ അതേപോലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എയറും വാട്ടറും മീഡിയം മാറുന്നില്ല, പക്ഷേ കളർ മാറിയപ്പോഴും എന്തല്ലാതായി? കോൺസ്റ്റൻ്റ് അല്ലാതായി. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്തേ പറ്റൂ? മീഡിയത്തിൻ്റെ പെയർ, നമ്മൾ എടുക്കുന്ന ആ ഒരു പെയർ മാറാൻ പാടില്ല, അതുപോലെ എടുക്കുന്ന കളർ ഓഫ് ലൈറ്റും മാറാൻ പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് കളർ ഓഫ് ലൈറ്റ്. ഒരു ഗിവൺ പെയർ ഓഫ് മീഡിയയ്ക്കും ഗിവൺ കളർ ഓഫ് ലൈറ്റിനും അതെന്തായിട്ട് നിൽക്കൂ? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് കാര്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. കളർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വേവ് ലെങ്തിനെയാണ്. ഇതിനാണ് വേവ് ലെങ്തിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ വിസിബിൾ ലൈറ്റ് എടുത്താൽ തന്നെ വിസിബിൾ ലൈറ്റിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് 7 കളേഴ്സ് ഉണ്ട്. ഈ വയലറ്റിൻ്റെ വേവ് ലെങ്ത് ഏകദേശം 400 നാനോമീറ്ററും ഈ റെഡിൻ്റെ എന്ന് പറയുന്നത് 700 നാനോമീറ്ററുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വയലറ്റിനേക്കാൾ വേവ് ലെങ്ത് കൂടുതലാണ് ഇൻഡിഗോയ്ക്ക്, അതിനേക്കാൾ വേവ് ലെങ്ത് കൂടുതലാണ് ബ്ലൂവിന്, അതിനേക്കാൾ കൂടുതലാണ് ഗ്രീന്, അതിനേക്കാൾ കൂടുതൽ യെല്ലോ, അതിനേക്കാൾ കൂടുതൽ ഓറഞ്ച്, അതിൽ കൂടുതൽ റെഡ്. അപ്പോൾ വേവ് ലെങ്ത് മാറും എന്ത് ചെയ്യുമ്പോൾ? കളർ മാറുമ്പോൾ. അപ്പോൾ കളർ ഓഫ് ലൈറ്റ് മീൻ ചെയ്യുന്ന എന്തിനാണ്? വേവ് ലെങ്തിനെയാണ്. അവിടെ ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് പിന്നീട് വേണ്ടി വരും. വേവ് ലെങ്ത് കൂടുമ്പോൾ എന്താണ്? വേവ് ലെങ്ത് കൂടുമ്പോൾ നമ്മുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യും. വേവ് ലെങ്ത് കൂടിയതിന് ഡീവിയേഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് കുറവും, വേവ് ലെങ്ത് കുറഞ്ഞതിന് ഡീവിയേഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? കൂടുതലും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണ്, രണ്ട് മീഡിയം എടുക്കുകയാണ്. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. ഇവിടുന്ന് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാണ്. ഇത് ലൈറ്റ് പോകേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, ഇവിടെ നോർമലുണ്ട്. ഓക്കെ ആണല്ലോ. മീഡിയം മാറിയത് കൊണ്ട് ഇതിനെന്തുണ്ടാവണം, ഡീവിയേഷൻ ഉണ്ടാവണം. ഈ മീഡിയം മാറുന്നുണ്ട്, അതിനെന്തുണ്ടാവണം, ഡീവിയേഷൻ ഉണ്ടാവണം. അവിടെ ഞാൻ പറഞ്ഞു ഈ ലൈറ്റിന് ഇതാ ഇങ്ങോട്ട് വേണമെങ്കിലും ഡീവിയേറ്റ് ചെയ്യാം, ഇങ്ങോട്ട് വേണമെങ്കിലും ഡീവിയേറ്റ് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ ആണല്ലോ. ഇത് എങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഡീവിയേഷൻ തീരുമാനിക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു ഫാക്ടർ. അതെന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം ഇങ്ങനെയൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. തൊട്ടടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ഈ രണ്ട് മീഡിയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഏത് മീഡിയം ആയിക്കോട്ടെ, ഇപ്പോൾ എയറും വാട്ടറും ആവാം, എയറും ഗ്ലാസ്സും ആവാം, അല്ലെങ്കിൽ വാട്ടറും ഗ്ലാസ്സും ആവാം, വാട്ടറും ഡയമണ്ടും ആകാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഏതായാലും ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആയിരിക്കും. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ഡിഫറൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഒന്നാമത്തെ മീഡിയം ഇപ്പോൾ എയർ ആണെന്ന് കരുതുക, ഇത് വാട്ടർ ആണെന്ന് കരുതുക. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല ആർക്ക്, വാട്ടർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ, നമ്മൾ രണ്ട് മീഡിയം എടുക്കുകയാണ്, എയറും വാട്ടറും എടുക്കുകയാണെങ്കിൽ, ഇതിനകത്ത് ഈ രണ്ട് മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിനെ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് മീഡിയത്തിൽ അപ്പോൾ ഒരെണ്ണത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കുമല്ലോ. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിനെ നമ്മൾ റെയറർ മീഡിയം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിനെ ഡെൻസർ മീഡിയം എന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിനെ എന്ന് വിളിക്കും, റെയറർ മീഡിയം എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ഡെൻസർ റെയറർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, light travels from denser medium to rarer one. ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് കരുതുക, ഡെൻസർ മീഡിയത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് കരുതുക, റെയറർ മീഡിയത്തിലേക്ക് പോകുന്നു എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയെടുത്തുനിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞിടത്തേക്ക്. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്, ദ റിഫ്രാക്റ്റഡ് റേ വിൽ ബെൻസ് എവേ ഫ്രം നോർമൽ. എന്താണെന്ന് പറയാൻ നോക്കിയിരിക്കുക. രണ്ട് മീഡിയം എടുക്കുന്നു, ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം. അപ്പോൾ ഒന്ന് ഡെൻസർ, ഒന്നെന്താണ്, റെയറർ ആണ്. അപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാണ്, ഇതാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഡെൻസർ ടു റെയറർ, ഫ്രം ഡെൻസർ ടു റെയറർ. അപ്പോൾ നമ്മൾ നോർമൽ വരയ്ക്കുന്നത്, ഇതാണ് നോർമൽ. ലൈറ്റ് ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത് അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്, ദ റിഫ്രാക്റ്റഡ് റേ വിൽ ബെൻസ് എവേ ഫ്രം നോർമൽ. ബെൻസ് എവേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതല്ലേ നോർമൽ. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ബെൻസ് ടുവേഴ്സ് ദ നോർമലാണ്. അപ്പോൾ ഇങ്ങോട്ടല്ലേ പോകണ്ടേ, ദാറ്റ് ഈസ് ബെൻസ് എവേ ഫ്രം ദി നോർമലിൽ നിന്ന് അകന്നു പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ എന്തായിരിക്കും, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണെങ്കിൽ റെയറർ ടു ഡെൻസർ ആണെന്ന് കരുതുക. ആദ്യം നമ്മൾ പറയുന്നത് ഡെൻസർ ടു റെയറർ ആണ്, ഇനി പറയുന്നത് എന്താണ്, റെയറർ ടു ഡെൻസർ. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും, ബെൻഡ് ടുവേർഡ്സ് നോർമൽ. എങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും, ടുവേർഡ്സ് നോർമൽ ആയിരിക്കും ബെൻഡിങ്. അപ്പോൾ എങ്ങനെ പടം വരയ്ക്കാം, ഇത് റെയറർ, ഇത് ഡെൻസർ. അത് നമ്മൾ കുറച്ച് നേരം പഠിക്കും ഏതൊക്കെയാണ്. അതായത് നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കും ഏതൊക്കെ മീഡിയത്തിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, ഏതൊക്കെ മീഡിയത്തിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്, ഓരോന്നിൻ്റെ വാല്യൂ എത്രയാണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ തൽക്കാലം ഇങ്ങനൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണ് എങ്കിൽ ബെൻഡ് ടുവേഴ്സ് നോർമലാണ്. അപ്പോൾ ലൈറ്റ് ഇതാ ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് പോകേണ്ടിയിരുന്നത്. ഞാൻ നോർമൽ വരയ്ക്കുന്നത്, ഇതാണ് നോർമൽ. അപ്പോൾ നോർമലിനടുത്തേക്ക് അങ്ങോട്ടാണെങ്കിൽ നോർമലിന് എവേ ആയി, അപ്പോൾ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യണം, ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റും കൂടെ ഉണ്ടായി, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് നോർമലായിട്ടാണ് എങ്കിൽ എന്തില്ല, ഡീവിയേഷൻ ഇല്ല. അതിന് ഏത് മീഡിയം ആയാലും ഡീവിയേഷൻ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. 3 പോയിന്റ് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിനെ ഡെൻസർ മീഡിയം എന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിനെ റെയറർ മീഡിയം എന്ന് വിളിക്കുക, നമുക്കറിയാം, അത് വിട്ടേക്കുക. പിന്നുള്ള പോയിന്റ്സ് ആണിത്. ഒന്ന്, light travels from denser medium to rarer one, it will bend away from the normal. And രണ്ടാമത്തെ പോയിന്റ്, when light travels from rarer medium to denser medium, it bend
ടുവേർഡ്സ് ദ നോർമൽ. എന്തൊക്കെയാ? ഒന്നാമത്തെ പോയിന്റ്, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ദെൻ ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ, അല്ലെങ്കിൽ ഡീവിയേറ്റ് അവേ ഫ്രം ദി നോർമൽ. അടുത്ത പോയിന്റ് എന്താണ്? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ഓർ ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കാണുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ബാക്കി പോർഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.